ബോളിവുഡിലെ ടൈം ട്രാവലും ഏലിയൻസും സൂപ്പർ ഹീറോകളും കണ്ട് വായ പൊളിച്ചിരിക്കുന്ന സിനിമാ പ്രേമികൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. എന്നാൽ കോടികളുടെ ബഡ്ജറ്റോ VFXോ ഇല്ലാതിരുന്ന കാലത്ത് കേവലം ബുദ്ധി കൊണ്ട് മാത്രം തിരക്കഥകൾ ഉപയോഗിച്ച് മലയാള സിനിമ ഇവിടെ സയൻസ് ഫിക്ഷൻ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം വരുന്നത് 1967 P. സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത കറുത്ത രാത്രികളാണ്. മലയാള സിനിമയിലെ തന്നെ ആദ്യത്തെ പൂർണ്ണ രൂപത്തിലുള്ള സയൻസ് ഫിക്ഷൻ ഹൊറർ പരീക്ഷണമാണിത്. നടൻ മധു അവതരിപ്പിച്ച ഡോക്ടർ ബാലൻ എന്ന ശാസ്ത്രജ്ഞൻ മനുഷ്യനിലെ തിന്മകളെ വേർതിരിച്ചെടുക്കുവാനുള്ള ഒരു പ്രത്യേക രാസലായനി കണ്ടുപിടിക്കുന്നു. അത് സ്വന്തം ശരീരത്തിൽ കുത്തിവെക്കുന്നതോടെ പകൽ സമയങ്ങളിൽ മാന്യനായ ഡോക്ടറായും രാത്രിയാകുന്നതോടെ ഭയപ്പെടുത്തുന്ന രൂപമുള്ള ക്രൂരനായ ഒരു വില്ലനായും അദ്ദേഹം മാറുന്നു. തന്റെ നിയന്ത്രണത്തിലല്ലാതെ സ്വന്തം ശരീരം ചെയ്യുന്ന കൊലപാതകങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളുമാണ് ഈ കറുത്ത രാത്രികളുടെ കഥ. ലിസ്റ്റിലെ രണ്ടാമത്തെ ചിത്രം 1987 ശശികുമാർ സംവിധാനം ചെയ്ത ജൈത്രയാത്രയാണ്. ഒരു അപ്രതീക്ഷിത മിന്നൽ ഏൽക്കുന്നതിലൂടെ ചിത്രത്തിലെ നായകന് ആവശ്യമുള്ളപ്പോൾ പൂർണ്ണമായും അദൃശ്യനാകാനുള്ള ഒരു അപൂർവ സിദ്ധി ലഭിക്കുന്നു. അന്തരിച്ച പ്രശസ്ത നടൻ തിലകൻ സാർ തികച്ചും ഒരു വ്യത്യസ്തമായ ഒരു സയന്റിസ്റ്റിന്റെ ഗെറ്റപ്പിലാണ് ഈ ചിത്രത്തിൽ എത്തുന്നത്. തനിക്ക് ലഭിച്ച ഈ അത്ഭുത ശക്തി ഉപയോഗിച്ച് നായകൻ സമൂഹത്തിലെ വില്ലന്മാർക്കും തിന്മകൾക്കുമെതിരെ പോരാടുന്നതാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം. ആ കാലത്തെ ക്യാമറ ട്രിക്കുകൾ കൊണ്ട് ഈ ഇൻവിസിബിൾ എഫക്റ്റ് സ്ക്രീനിൽ എത്തിച്ചത് തന്നെ ഏറെ ശ്രദ്ധേയകരമായ കാര്യമാണ്. അടുത്തത് മലയാളികൾക്ക് ഏറെ പരിചയമുള്ള എന്നാൽ ബോക്സ് ഓഫീസിൽ അർഹിച്ച വിജയം നേടാതെ പോയ ഒരു ഭദ്രൻ മാസ്റ്റർപീസാണ് അയ്യർ ദ ഗ്രേറ്റ്. മമ്മൂട്ടി തകർത്ത് അഭിനയിച്ച അയ്യർ എന്ന ഒരു സാധാരണക്കാരനാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. ശ്രീനിവാസനും ഒരു മികച്ച റോൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഒരു വലിയ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്നതോടെ അയ്യറിന്റെ തലച്ചോറിന് ചില പ്രത്യേക മാറ്റങ്ങൾ സംഭവിക്കുകയും ഭാവിയിൽ നടക്കാൻ പോകുന്ന ദുരന്തങ്ങൾ മുൻകൂട്ടി കാണാനുള്ള എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന അപൂർവ സിദ്ധി അദ്ദേഹത്തിന് ലഭിക്കുകയുമാണ്. അദ്ദേഹം പ്രവചിക്കുന്ന ദുരന്തങ്ങൾ അതുപോലെ തന്നെ സംഭവിക്കുന്നതോടെ ജനങ്ങൾ അദ്ദേഹത്തെ ദൈവത്തെ പോലെ കാണുന്നു. എന്നാൽ പോലീസിനും യുക്തിവാദികൾക്കും അയ്യർക്ക് മേൽ സംശയം ജനിക്കുന്നു. അദ്ദേഹം ദുരന്തങ്ങൾ പ്രവചിക്കുകയല്ല, സ്വയം ആസൂത്രണം ചെയ്യുകയാണ് എന്നാണ് അവർ കരുതുന്നത്. വിധിക്ക് മാറ്റം വരുത്തുവാൻ അയ്യർക്ക് കഴിയുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ചിത്രത്തിന്റെ ത്രില്ലിംഗ് ആയ ക്ലൈമാക്സ്. നാലാമതായി നമ്മൾ നോക്കുന്നത് 2007 അനിൽദാസ് സംവിധാനം ചെയ്ത ഭരതൻ ഇഫക്റ്റ് ആണ്. ബിജു മേനോൻ അവതരിപ്പിച്ച ഭരതൻ എന്ന ജീനിയസ് ആയ സയന്റിസ്റ്റിനെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ നീങ്ങുന്നത്. ഗ്രാവിറ്റിക്കെതിരെ പ്രവർത്തിക്കുന്ന, അതായത് വായുവിൽ വസ്തുക്കളെ ഉയർത്തി നിർത്താൻ കഴിയുന്ന ഒരു പ്രത്യേക ഉപകരണം ഭരതൻ കണ്ടുപിടിക്കുന്നു. എന്നാൽ ഈ വലിയ കണ്ടുപിടുത്തം അദ്ദേഹത്തിന്റെ ജീവിതത്തെയും മാനസിക നിലയെയും എങ്ങനെ ബാധിക്കുന്നു, ശാസ്ത്രലോകവും സമൂഹവും അദ്ദേഹത്തെ എങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്നാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം. മലയാളത്തിൽ അധികം വരാത്ത ഒരു പ്യുവർ സയൻസ് ഇൻവെക്ഷൻ സ്റ്റോറിയായിരുന്നു ഇത്. ലിസ്റ്റിലെ അഞ്ചാമത്തെ ചിത്രം മലയാള സിനിമയിലെ ആദ്യത്തെ ഒഫീഷ്യൽ ഏലിയൻ മൂവിയായ റെഡ് റെയിൻ ആണ്. ഭൂതകാലം, ബ്രഹ്മയുഗം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഇന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന രാഹുൽ സദാശിവന്റെ ആദ്യ സംവിധാന സംരംഭമാണിത്. കേരളത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടായ ചുവന്ന മഴ എന്ന വിചിത്ര പ്രതിഭാസത്തെ മുൻനിർത്തിയാണ് ഈ സയൻസ് ഫിക്ഷൻ ത്രില്ലർ ഒരുക്കിയിരിക്കുന്നത്. നരേൻ അവതരിപ്പിച്ച കഥാപാത്രം ഈ ചുവന്ന മഴയ്ക്ക് പിന്നിലെ രഹസ്യങ്ങളും ജീവജാലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അന്വേഷിച്ചിറങ്ങുന്നു. ആ അന്വേഷണം ചെന്നെത്തുന്നത് അപ്രതീക്ഷിതമായ ചില അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യത്തിലേക്കാണ്. വിദേശ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന മേക്കിംഗ് ശൈലിയായിരുന്നു ഈ ചിത്രത്തിന്റെ പ്രത്യേകത. ഇനി നമുക്ക് സമീപകാലത്ത് മലയാള സിനിമയെ ഞെട്ടിച്ച ഒരു തകർപ്പൻ പരീക്ഷണ ചിത്രത്തിലേക്ക് വരാം. ഗഗനാചാരി. അരുൺ ചന്തു സംവിധാനം ചെയ്ത ഈ ചിത്രം മലയാളത്തിലെ ആദ്യത്തെ ഡിസ്റ്റോപ്പിയൻ സയൻസ് ഫിക്ഷൻ കോമഡി സിനിമയാണ്. ഭാവിയിലെ, അതായത് 2043 കൊച്ചിയുടെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. പ്രളയത്തിന് ശേഷമുള്ള ലോകത്ത് ജീവിക്കുന്ന 3 വിചിത്ര മനുഷ്യരുടെ ഇടയിലേക്ക് അവിചാരിതമായി ഒരു അന്യഗ്രഹ ജീവി കടന്നു വരുന്നതാണ് കഥ. എന്നാൽ ആ ഏലിയൻ വരുന്നത് ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ രൂപത്തിലാണ്. ആ റോൾ ചെയ്തിരിക്കുന്നത് അനാർക്കലി മരക്കാറാണ്. സയൻസ് ഫിക്ഷൻ ഘടകങ്ങളെ മലയാള തനിമയുള്ള കോമഡിയുമായി കൂട്ടിയിണക്കി തിയേറ്ററുകളിൽ വലിയ തരംഗം സൃഷ്ടിക്കാൻ ഗഗനാചാരിക്ക് കഴിഞ്ഞു. ഏഴാമതായി നമ്മൾ നോക്കുന്നത് സംസ്ഥാന അവാർഡുകൾ തൂത്തുവാരിയ കൃഷാന്ത് സംവിധാനം ചെയ്ത ആവാസ വ്യൂഹമാണ്. ഇതൊരു സയൻസ് ഫിക്ഷൻ മോക്യുമെന്ററി ചിത്രമാണ്. പ്രകൃതിയോടും ജീവജാലങ്ങളോടും വിചിത്രമായ ഒരു ജൈവ ബന്ധമുള്ള ജോയി എന്ന നിഗൂഢ മനുഷ്യന്റെ കഥയാണിത്. അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ജീവികളെ നിയന്ത്രിക്കുവാനും കാലാവസ്ഥയെ പോലും സ്വാധീനിക്കാനും ചില പ്രത്യേക കഴിവുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പരിസ്ഥിതി ശാസ്ത്രത്തെയും മാന്ത്രിക റിയലിസത്തെയും വളരെ രസകരമായി കൂട്ടിയിണക്കിയ ഈ ചിത്രം പുതിയ കാലത്തെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സയൻസ് ഫിക്ഷൻ പരീക്ഷണങ്ങളിൽ ഒന്നാണ്. എട്ടാമത്തെ ചിത്രം വിനയൻ സംവിധാനം ചെയ്ത അതിശയനാണ്. ഹോളിവുഡ് ചിത്രമായ ഹൾക്കിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ഒരു സയൻസ് ഫാന്റസി ചിത്രമാണിത്.
പരീക്ഷണശാലയിലെ വിനാശകരമായ കെമിക്കൽ ലായനി അബദ്ധത്തിൽ കുടിക്കുന്ന ഒരു കൊച്ചു ബാലൻ പിന്നീട് ദേഷ്യം വരുമ്പോൾ ഭീമാകാരനായ ഒരു രാക്ഷസനായി മാറുകയാണ്. VFX മലയാളത്തിൽ പിച്ച വെച്ച് തുടങ്ങുന്ന കാലത്ത് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ച വലിയ ചർച്ചയായ ഒരു ചിത്രമായിരുന്നു അതിശയം. 9ാമതായി നമ്മൾ നോക്കുന്നത് മലയാള സയൻസ് ഫിക്ഷൻ ജോണറിനെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിയ മാസ്റ്റർ പീസാണ് ലിജോ ജോസിന്റെ ചുരുളി. ടൈം ലൂപ്പ് എന്ന സയൻസ് ഫിക്ഷൻ കോൺസെപ്റ്റിനെ ഒരു നിഗൂഢമായ കാടിന്റെയും അവിടുത്തെ വിചിത്ര മനുഷ്യരുടെയും പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച ചിത്രമാണിത്. ഒരു പ്രതിയെ പിടിക്കാൻ കാട്ടിലേക്ക് പോകുന്ന 2 പോലീസുകാർ അവിടെ എത്തുന്നതോടെ ഒരേ സംഭവങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒരു വിചിത്രമായ ടൈം ലൂപ്പിൽ അകപ്പെടുന്നതാണ് കഥ. കാണുന്തോറും പുതിയ അർത്ഥങ്ങൾ നൽകുന്ന ഒരു കിടിലൻ സൈക്കോളജിക്കൽ റൈഡ്. ലിസ്റ്റിലെ അവസാനത്തെയും 10ാമത്തെയും ചിത്രം പൃഥ്വിരാജ് സുകുമാരൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ നയനാണ്. ജനൂസ് മുഹമ്മദ് സംവിധാനം ചെയ്ത ഈ ചിത്രം ഹൊറർ ഘടകങ്ങളും സയൻസ് ഫിക്ഷനും കൃത്യമായി ബ്ലെൻഡ് ചെയ്ത ഒന്നാണ്. ഭൂമിയെ കടന്നു പോകുന്ന ഒരു വിചിത്രമായ വാൽനക്ഷത്രം കാരണം 9 ദിവസത്തേക്ക് ലോകത്ത് മൊബൈൽ, ഇന്റർനെറ്റ്, വൈദ്യുതി തുടങ്ങിയവ എല്ലാം നിശ്ചലമാകുന്നു. ഈ 9 ദിവസങ്ങളിൽ ഹിമാലയത്തിൽ ഒരു പരീക്ഷണത്തിനായി എത്തുന്ന ആൽബർട്ട് എന്ന ശാസ്ത്രജ്ഞന്റെയും മകന്റെയും ജീവിതത്തിലേക്ക് കടന്നുവരുന്ന ചില അമാനുഷിക ശക്തികളും അതിനു പിന്നിലെ ശാസ്ത്രീയ മാനസിക രഹസ്യങ്ങളുമാണ് ഈ ചിത്രം പങ്കുവെക്കുന്നത്. കണ്ടില്ലേ, കറുത്ത രാത്രികൾ മുതൽ ഗഗനാചാരി നയനും വരെ എത്തി നിൽക്കുന്ന മലയാള സിനിമയുടെ സയൻസ് ഫിക്ഷൻ യാത്ര ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ 10 സിനിമകളിൽ നിങ്ങളുടെ മൈൻഡ് ബ്ലോ ചെയ്യിപ്പിച്ച സിനിമ ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെ രസകരമായ മലയാള സിനിമാ വിശേഷങ്ങൾ കാണാൻ നിയോൺ ഫ്രെയിംസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.